ഏതെങ്കിലും ഒരു നന്മ ചെയ്യാൻ അള്ളാഹു നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ഹദീസുകളിൽ ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു മാനദണ്ഡമായി, ഒരു പ്രചോദകമായി അവിടുന്ന് അള്ളാഹുവും റസൂലും ഉണർത്തലും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഈ കാര്യം ചെയ്യട്ടെ. എന്തുകൊണ്ട്? പ്രവാചകന്മാരുമായി, കിതാബുകളുമായി, മലായികത്തുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളൊക്കെ അതിനിടകളിലുണ്ട്. അല്ലാഹുവും അന്ത്യദിനവും അതിനിടയിൽ നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഇത് അതിപ്രധാനമാണ്. അല്ലാഹു ഏകനാണെന്നും അവന്റെ സവിശേഷതകൾ ഇന്നതാണെന്നും വിശ്വസിക്കുന്ന ഒരാൾ ഈ ലോകത്തുള്ള ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. അത് കേവലം ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയല്ല. ആത്മീയമായ, പാരത്രികമായ, വൈവിധ്യങ്ങളാർന്ന അനുഭവങ്ങളുടെ അറ്റമില്ലാത്ത അത്ഭുതം നിറഞ്ഞ അതിനെ സംബന്ധിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നതാണ് അല്ലാഹു തആല ഈമാനിന്റെ ഭാഗമായി എണ്ണിയിട്ടുള്ളത്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. പരലോകത്തെ കൊണ്ട് അവരങ്ങേയറ്റം ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. വളരെ ഗൗരവത്തോടെ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കേണ്ട കാര്യം, ആ വിശ്വാസം അതിന്റെ ഗരിമയോടെ, അതിന്റെ ശക്തിയോടെ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ കാര്യമില്ല, ആവശ്യമില്ല, അതവർ വിശ്വസിക്കുന്നില്ല. ലോകത്ത് മനുഷ്യരുടെ പ്രാരംഭം മുതൽ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവർ, വിശ്വാസ ഭ്രംശം നേരിട്ട ആളുകൾ ഈ ലോകത്തെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് വിശ്വസിച്ചവരായിരുന്നു. ഫിറഔൻ അങ്ങനെ വിശ്വസിച്ച ആളായിരുന്നു. ഓരോ സമൂഹത്തിലെയും ദുർമാർഗികളായ ആളുകൾ അത് തന്നെയായിരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച നബിമാർ അവരോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ ഈ ജീവിതം ക്ഷണികമാണ്, നിങ്ങൾക്ക് ശേഷം ഒരു ജീവിതം വരാനുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടവരാണ് എന്ന് പറഞ്ഞവരായിരുന്നു. ആ വിശ്വാസം തന്നെയാണ് ഇന്നും മേൽ സൂചിപ്പിച്ചവരുടെ പിൻഗാമികളായിട്ടുള്ളവർക്കുള്ളത്. എന്താണ് ആ വിശ്വാസം? ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ, ജീവിതം എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലേതു മാത്രമാണ്. നമ്മൾ ചില ആളുകൾ ഇവിടെ മരണപ്പെടുന്നു, മറ്റു ചില ആളുകൾ ജീവിക്കുന്നു, ജനിക്കുന്നു. നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. നമ്മളാരും രണ്ടാമത് ജീവിക്കുന്നവരല്ല, പുനർജീവിപ്പിക്കപ്പെടുന്നവരല്ല. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ വലിയ ഒരു ഭാഗത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്കിടയിൽ, മക്കക്കാർക്കിടയിൽ ദഅവത്ത് നടത്തുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം മരണാനന്തര ജീവിതമായിരുന്നു. ഖബറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന രക്ഷയും ശിക്ഷയും അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഖബർ ജീവിതത്തിന് ശേഷം രണ്ടാമത് അല്ലാഹു നൽകുന്ന പുനർജന്മത്തെക്കുറിച്ച് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ പരിഹസിക്കുവാനും തള്ളിപ്പറയുവാനും മുന്നോട്ട് വന്ന ആ സമൂഹത്തോട് നിരവധി ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയുമാണ് അങ്ങനെ ഒരു വിശ്വാസത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാപിച്ചു കൊടുത്തത്. അതിന്നും വളരെ പ്രസക്തമായ കാര്യമാണ്. നേരത്തെ ഇവിടെ ഹുദവി അവറുകൾ ചെറിയ സംസാരത്തിൽ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞുവല്ലോ, ഇതിനെ എങ്ങനെയൊക്കെ നിരസിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കുന്ന ഒരു പുതിയ തലമുറയാണുള്ളത്.
ഈ പറയപ്പെട്ടതുപോലെ തന്നെ ജീവിതം ദുനിയാവിലുള്ളതോടെ അവസാനിച്ചു. ഇനി എന്ത് ഖബർ? അത് വെറുതെ വിഡ്ഢിത്തം പറയുകയാണ്. എന്ത് ഖബറിലുള്ള ജീവിതം കഴിഞ്ഞാൽ രണ്ടാമത് ജീവിതമോ? അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലുകളും പല്ലുകളുമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്നും മനുഷ്യർ രണ്ടാമതുണ്ടാവുക എന്ന് അന്ന് ചോദിച്ച ചോദ്യം തന്നെയാണ് ഇന്നും നിഷേധികളായ ആളുകളും ലിബറലിസ്റ്റുകളും യുക്തിവാദികളും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇസ്ലാമിനെതിരായി മാത്രമേ അവർക്ക് സംസാരിക്കുവാനുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ദീനിലെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നിരന്തരമായി പ്രചരിപ്പിക്കപ്പെടുന്നുള്ളൂ. വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളല്ലാതെ ആർക്കാണ് മേൽ പറയപ്പെട്ട കാര്യങ്ങളുമായി വല്ല വിശ്വാസവുമുള്ളത്? അതുകൊണ്ട് തന്നെ അവരോടുള്ള മറുപടി ആധുനികമായിട്ടല്ല നമുക്ക് പറയുവാനുള്ളത്. എക്കാലത്തും പ്രസക്തമായ വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെയാണ് അവർക്കെല്ലാമുള്ള മറുപടി നമുക്ക് പറയുവാനുള്ളത്. പരിശുദ്ധ ഖുർആൻ ഇത് വിശ്വസിച്ചവരോടും വിശ്വസിക്കാത്തവരോടും ഒക്കെ സംവദിക്കുകയാണ്. ഖുർആനിലെ ഓരോ കഥകളുടെയും പിന്നിൽ ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യം അല്ലാഹു വെച്ചതായി കാണുവാൻ കഴിയും. എന്ത്? നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങളെ ജീവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. അതല്ലേ മഹ്ശറയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി? അതല്ലേ നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ, അവർ അനങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയാറില്ല. ചില ആളുകൾ ഈ ലോകത്ത് നിന്ന് കരിഞ്ഞിട്ടാണ് പരലോകത്തേക്ക് യാത്രയാകാറുള്ളത്. വ്യത്യസ്ത മതങ്ങളിൽ അങ്ങനെയുള്ള ഒരു രൂപം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾ ഈ കാണുന്നതിനേക്കാൾ കരുത്തോടെ രണ്ടാമത് ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ മഹ്ശറിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു പ്രമേയം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തിന്റെ പേര് തന്നെ എന്താണ്? അൽ ബഖറ എന്നാണല്ലോ. പശു എന്നാണ് അതിന്റെ അർത്ഥം. ആ പേര് കേൾക്കുമ്പോൾ മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലുണ്ടായ വലിയ ഒരു സംഭവമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നത്. മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ബനൂ ഇസ്രായേലിൽ ഒരാൾ മറ്റൊരാളെ കൊന്നതാരാണ് എന്നറിയില്ല. പ്രതിയെ പിടിക്കാൻ അവർ പല അന്വേഷണങ്ങളും നടത്തിയിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു ഒരു ഉപാധി പറഞ്ഞു. മൂസാ നബിയെ, നിങ്ങൾ ഒരു പശുവിനെ അറുക്കുക. ആ പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ വാലുകൊണ്ട് നിങ്ങൾ ആ മരണപ്പെട്ടു പോയ ആളെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു പോയ ആളെ അടിച്ചു കഴിഞ്ഞാൽ അയാൾ എഴുന്നേൽക്കുകയും ആരാണ് അയാളെ കൊന്നത് എന്നയാൾ പറഞ്ഞു തരികയും ചെയ്യും. ഞാൻ ആ സംഭവം വിശദമാക്കേണ്ടതില്ലല്ലോ. അപ്പോഴാണ് അവർ ചോദിച്ചത്, അതെങ്ങനെയുള്ള പശുവാണ്? ഏത് നിറത്തിലുള്ള പശുവാണ്? ഏതെല്ലാം രൂപത്തിലാണ് ഞങ്ങൾ അതുമായി പെരുമാറേണ്ടത് എന്ന്. അങ്ങനെയാണ് ആ വിശാലമായ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ അല്ലാഹു ആ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ ജീവിപ്പിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയുകയില്ല. അല്ലാഹു തീരുമാനിച്ചാൽ അതിന് കഴിയുകയും ചെയ്യും. മഹാനായ ഈസാ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്തായിരുന്നു? വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ആ മുഅ്ജിസത്ത്. ഞാൻ വെള്ളപ്പാണ്ട് രോഗികളെയും കുഷ്ഠരോഗികളെയും സുഖപ്പെടുത്തുന്നതാണ്. ഒരാൾക്കും ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥയാണല്ലോ മരണമെന്ന് പറയുന്നത്. എന്നാൽ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം ഞാൻ മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കുന്നതാണ്. അപ്പൊ അല്ലാഹു കഴിവ് നൽകിയാൽ ഈസാ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു മരിച്ച ആളുകളെ ജീവിപ്പിച്ചിരുന്നു. മുഅ്ജിസത്തിന്റെ കഥകൾ ഇഷ്ടം പോലെയുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.
ഖുർആൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. റസൂലുള്ളാഹി ഈ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ ഖുറൈശികൾപ്പെട്ട പലരും പരിഹസിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇളാമൻ നഖിറ. നമ്മളൊക്കെ നുരുമ്പിയ എല്ലുകളായി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് പൂർവസ്ഥിതിയിലേക്ക് മടക്കുമെന്നാണോ മുഹമ്മദ് നമ്മളോട് പറയുന്നത്? എങ്കിൽ അതൊരു വല്ലാത്ത പരാജിതമായ ഒരു സംഭവം തന്നെയായിരിക്കും. അവരുടെ കൂട്ടത്തിൽ ആസുബിൻ വായിൽ എന്ന ഒരാളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു വലിയ യുക്തിവാദിയായിരുന്നു അവൻ ഒരു ദിവസം ഇങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ എന്നോ ചത്തുപോയ ഒരു കഴുതയുടെ എല്ലവന് കിട്ടി. ഈ എല്ല് കിട്ടിയപ്പോൾ ആ എല്ലുമായിട്ട് അവൻ ഇങ്ങനെ നടക്കുകയാണ്. ആളുകൾക്കിടയിലൂടെ കണ്ടോ, ഇതൊരു കഴുതയുടെ എല്ലാണ്. ഈ എല്ലിൽ നിന്ന് രണ്ടാമതൊരു കഴുത ഉണ്ടാക്കാൻ മുഹമ്മദിന് കഴിയുമോ? അങ്ങനെയാണല്ലോ മുഹമ്മദ് പറയുന്നത്. ഈ കഴുതയുടെ എല്ലിൽ നിന്ന് രണ്ടാമത് കഴുതയുണ്ടാകുമെന്ന് പറയുന്ന മുഹമ്മദ് എത്ര വലിയ വിഡ്ഢിയാണ്. നബിയുടെയും സഹാബികളുടെയും മുന്നിൽ വന്നിട്ട് ഈ വെല്ലുവിളി അവൻ നിരന്തരമായി നടത്തി. അവൻ അല്ലാഹു മറുപടി പറഞ്ഞു. ആ മറുപടി നമ്മളിതാ നിരന്തരമായി ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളറബ ലനാ മസലാ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവൻ നമ്മുടെ മുമ്പിൽ ഉപമ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനെയാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ കഴുതയുടെ എല്ലിനെ. എന്നിട്ട് അവൻ ചോദിക്കുന്നത്, മയ്യുഹയിൽ ഇളാമ, ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക? വഹിയ റമീം, അത് മുരുമ്പിപ്പോയ ശേഷം. ഖുൽ നബിയെ, അങ്ങവനോട് മറുപടി പറയണേ, യുഹയ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആരാണ് അവനെ ആദ്യമായി ഈ ലോകത്തുണ്ടാക്കിയത്? അവനിവിടെ ഇല്ലായിരുന്നല്ലോ. അവനും ശൂന്യനായിരുന്നു, ഇവിടെ ഉണ്ടാവുകയേ ചെയ്തിരുന്നില്ല. എന്നിട്ട് അവനെ ഇല്ലായ്മയിൽ നിന്നാരാണോ ഉണ്ടാക്കിയത്, ആ അല്ലാഹു അവനെ രണ്ടാമതുണ്ടാക്കുമെന്ന കാര്യം നബിയെ നിങ്ങൾ അവനോട് പറയണേ. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാത്തരം സൃഷ്ടിപ്പിനെ കുറിച്ചും നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. വിശാലമായ മരുഭൂമിയിൽ, ഊഷരമായ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ നിങ്ങൾ കാണാറില്ലേ ചെടികൾ മുളച്ചു പൊങ്ങുന്നത്? ആ നനവിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കിളിർത്തുകൊണ്ട് മണ്ണിൽ ചെടി മുളക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വിശുദ്ധ ഖുർആൻ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മോട് ചോദിക്കുകയാണ്. എന്നതുപോലെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയാലും മണ്ണോട് ചേർന്നു പോയാലും നിങ്ങളെ രണ്ടാമതതിൽ നിന്ന് കിളിർപ്പിച്ചു കൊണ്ടുവരാൻ, സൃഷ്ടിച്ചു കൊണ്ടുവരാൻ അല്ലാഹുവിന് കഴിയും എന്ന് മാത്രമല്ല, നിങ്ങളെ ആദ്യം ഉണ്ടാക്കിയ അത്ര പ്രയാസമില്ല രണ്ടാമത് നിങ്ങളെ ഉണ്ടാക്കാൻ എന്നാണ് അല്ലാഹു ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് നമ്മുടെ വിരലുകളുടെ അടയാളം. വിരലടയാളം ഒരു കാലത്ത് അത് കുറ്റാന്വേഷണങ്ങളിൽ മാത്രമായിരുന്നു ഉപയോഗിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നങ്ങനെയാണോ? നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇന്ന് ഈ വിരലുകളുടെ അടയാളങ്ങളിലാണ് നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ലോക്കറുകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളുടെയും താക്കോൽ നമ്മളുടെ വിരലടയാളങ്ങളാണ്, ഫിംഗർ പ്രിന്റുകളാണ്. വീടുകളുടെ താക്കോലുകളൊക്കെ മാറി, വാഹനങ്ങളുടെ താക്കോലുകളൊക്കെ മാറി, പലതും ഫിംഗർ പ്രിന്റുകളായി. നമ്മളുടെ വിരലുകളുടെ അടയാളം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അവരുടെ എല്ലാം വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ലൻ നജ്മഅ
അവന്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലരെയും ഖബറിൽ കൊണ്ടുപോയി വെച്ചവരാണ് നമ്മൾ. ആ ഖബർ തുറക്കാൻ ഏതെങ്കിലും ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുടെ ആ ശരീരം കാലങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മളും ഇങ്ങനെ ഒരു സന്ദേഹത്തിലേക്ക് എത്തിയേക്കാം. നമ്മളും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേക്കാം, ഈ എല്ലുകളിൽ നിന്നാണോ രണ്ടാമത് നമ്മൾ ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നത്, അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്ന്. അങ്ങനെ സംശയമുള്ളവർക്ക്, ആശങ്കയുള്ളവർക്കുള്ള മറുപടിയാണ് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അതെ, അത് കഴിയുന്നവരാണ്. അല്ലാഹുവിനത് കഴിയുക തന്നെ ചെയ്യും, നമുക്കത് കഴിയുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കഴിയുമല്ലോ അന്നുസൗയ ബനാന, അവന്റെ വിരൽ തലപ്പുകളെ ശരിപ്പെടുത്താൻ, വ്യത്യസ്ത വിരലടയാളങ്ങൾ വെക്കാൻ. കാഴ്ചയിൽ എല്ലാവരുടെയും വിരലുകൾ ഒരേപോലെയാണ്. പക്ഷെ ആ വിരലുകളുടെ അകത്തളങ്ങളിലുള്ള അടയാളങ്ങൾ ഉണ്ടല്ലോ, വരകളുണ്ടല്ലോ, ഇത് ഓരോരുത്തരുടേതും വ്യത്യസ്തമാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യർ വരെയുള്ള മുഴുവൻ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ അടയാളങ്ങളാണ്. ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ കൺമുന്നിൽ പടക്കാൻ കഴിയുന്നവനായ അല്ലാഹുവിനെന്തേ നിങ്ങളെ രണ്ടാമത് പടക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നു? ഇവിടെയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ വിശ്വാസം നമ്മെ സജീവമാക്കേണ്ടത്. ഈ ഈമാനാണ് നമ്മെ നന്മയിലേക്ക് നയിക്കേണ്ടത്. ഈ ഈമാൻ ഖൽബിൽ ഉണ്ടാകുമ്പോഴാണ് ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്യുവാൻ നമുക്ക് അല്ലാഹു അവസരം തരുന്നത്. മുഅ്മിനീങ്ങളായ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നമ്മൾ സ്വതഖ ചെയ്യുന്നവരാണ്, നമ്മൾ മാതാപിതാക്കളെ പരിപാലിക്കുന്നവരാണ്. എന്നാൽ ഈ പറയപ്പെട്ട പല കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നവരാണ്. മാതാപിതാക്കളെ പരിപാലിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടാവും, പാവപ്പെട്ടവരെ സഹായിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ സാമൂഹികമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ, ഏതെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോ, നമ്മളാരും അത് വെറുതെ ചെയ്യുകയല്ല, ദുനിയാവിൽ നിന്ന് തിരിച്ചു കിട്ടാനും ചെയ്യുകയില്ല. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ ഖൽബിലുള്ള മുറാദ് എന്താണ്? റഹ്മാനായ റബ്ബെനിക്ക് പരലോകത്തിതിന്റെ പ്രതിഫലം തരും. സ്വർഗത്തിലെന്ന് മാത്രമല്ല, എന്റെ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിടേണ്ടി വരുന്ന ഏതെല്ലാം രംഗങ്ങളുണ്ടോ ആ മേഖലകളിലെല്ലാം കരുണാവാനായ റബ്ബ് ഇതിന്റെ പേരിൽ എന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ സ്വതക്ക നൽകുമ്പോ, ഞാൻ എന്റെ ഉമ്മയെ പരിപാലിക്കുമ്പോ, ഞാൻ എന്റെ ഉപ്പാക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോ, ഞാനൊരു ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോ, ഞാനൊരു വഅദ് പറയുമ്പോ, ഞാൻ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോ, എന്തിനേറെ പറയണം ഞാൻ എന്റെ ജീവിതത്തിലെ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ, ഞാൻ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അതിനോരോന്നിനും എനിക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം ഞാൻ പ്രതീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം എന്റെ ആഖിറത്തിലേക്കുള്ള വെളിച്ചമാണ് എന്നാണ് ഞാൻ കരുതേണ്ടത്. അതാണ് മുഅ്മിനീങ്ങളായ നമുക്കുണ്ടാകേണ്ട വിഷയം. ഏത് കാര്യങ്ങളും ഒരാളോട് വെറുതെ ഒന്ന് ചിരിച്ചാലത്, ഒരാളോട് വെറുതെ വർത്തമാനം പറഞ്ഞാലത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, നീ ഒരാളുടെ വാഹനത്തിലേക്ക് അയാളുടെ സാധനം എടുത്തു വെക്കാൻ സഹായിക്കുകയാണ് എങ്കിൽ അതുപോലും നിനക്ക് അല്ലാഹു ദാനത്തിന്റെ പ്രതിഫലം നൽകുന്നതാണ്. വഅൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, നീ ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്ക് ദാനത്തിന്റെ പ്രതിഫലം നൽകുന്നതാണ്. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് നിനക്ക് അല്ലാഹു ദാനത്തിന്റെ പ്രതിഫലം നൽകുന്നതാണ്. നിന്റെ ഭാര്യയുമായി നീ ഇടപഴകുന്നത്, അവൾക്ക് നീ സേവനം ചെയ്യുന്നത്, അവൾക്ക് നീ സന്തോഷം നൽകുന്നത്, നിന്റെ ഭർത്താവിനെ നീ സഹായിക്കുന്നത്, ആ ഭർത്താവിന്റെ കാര്യങ്ങൾ നീ നിറവേറ്റുന്നത്, നിങ്ങളുടെ മക്കളെ നീ പരിപാലിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ തുടങ്ങി വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അവൻ കാണുന്നത് എന്താണ്? ആഖിറമാണ്. അവിടെ അളവറ്റ പ്രതിഫലവുമായി കാത്തുനിൽക്കുന്ന അല്ലാഹുവിനെയാണ്. അതുമാത്രമാണോ? ഈ
ആഖിറമാണ് വിശ്വാസിക്ക് സമാധാനം നൽകുന്ന ലോകം. എന്താ കാര്യം? ഈ ലോകത്ത് ആർക്കാണ് നീതി നടപ്പിലാക്കാൻ കഴിയുക? നീതി കേവലം അത് സാങ്കേതികമായിട്ട് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഒരാള് വേറെ ഒരാളെ കൊന്നു, അയാളെ പകരം എങ്ങനെ കൊല്ലാനാ കഴിയാ? ഒരാള് 10 ആളുകളെ കൊന്നു, എന്താണ് അയാൾക്ക് ഈ ലോകത്തിന് നൽകാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ? ഒരാൾ 1000 പേരെ കൊന്നു, ഒരാൾ മോഷ്ടിച്ചു, ഒരാൾ ഉപദ്രവിച്ചു, ഒരാൾ മാതാപിതാക്കളെ ദ്രോഹിച്ചു. എന്താണ് അയാൾക്ക് ഈ ദുന്യാവിൽ വെച്ച് നൽകാൻ കഴിയുന്ന ശിക്ഷ എന്ന് നിങ്ങൾ പറ. എന്താ നൽകാൻ കഴിയാ? അയാളെ ഒരു തവണ കൊല്ലാം. 1000 ആളുകളെ കൊന്ന ആളെയും അയാൾ ഒരു തവണ കൊല്ലാം. അല്ലെങ്കിൽ വേണ്ട, അയാൾ മരിക്കോളം അയാളെ ജയിലിലിടുക, അല്ലെങ്കിൽ അയാൾ ഒരുപാട് ഉപദ്രവിച്ച്. പക്ഷേ ഈ 1000 ആളുകളെ കൊന്നതിന് പകരാവൂ? ഈ ലോകത്ത് അങ്ങനെ ഒരു നീതിയുടെ സമ്പ്രദായമില്ല. അതൊക്കെ നമുക്ക് പറയാം. അതാണ് അതിന്റെ നീതി എന്ന്, നീതിപീഠം എന്ന് നമ്മൾ ആദരവോടെ അവയെ വിളിക്കുകയും ചെയ്യുന്നു. നമുക്ക് അത്രയേ കഴിയുള്ളൂ. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് അത്രയേ കഴിയുള്ളൂ. എന്നാൽ ആഖിറമാണെങ്കിലോ അവിടെയുണ്ട് അല്ലാഹു പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അളവറ്റ പ്രതിഫലം. ദുനിയാവിൽ അതിനും കഴിയില്ല. ദുനിയാവിൽ അതിനും കഴിയില്ല. ചിന്തിച്ചു നോക്കിയേ, മാതാവിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനം ഉമ്മ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നതിന്റെ തുല്യമായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ബാപ്പാക്ക് തുല്യമായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. നമ്മെ സഹായിക്കുന്ന ഒരാൾക്ക്, നമ്മെ സ്നേഹിച്ച ഒരാൾക്ക് തുല്യമായിട്ടൊന്നുമേ പകരം നൽകാൻ കഴിയില്ല. അങ്ങനെ നൽകാൻ ആർക്കാണ് കഴിയുന്നത്? മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെ നൽകാൻ കഴിയില്ല. നമ്മെ ഒരാൾ നമ്മൾക്കൊരു സഹായം നൽകി എന്ന് വിചാരിക്കുക, എങ്ങനെയാണ് നമ്മൾ അയാൾക്ക് പകരം നൽകുക? തുല്യമായിട്ട് നൽകാൻ കഴിയില്ല. ഇവിടെ ഇതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതുല്യമായ പ്രതിഫലം. അതാണ് ആഖിറത്തിന്റെ നീതി. നിങ്ങളൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ നന്മക്ക് നിശ്ചയിച്ച പ്രതിഫലം അല്ല തരും. അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ പറയൂ. അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അത് 10 ഇരട്ടി, 100 ഇരട്ടി. 1 രൂപ സ്വതക്ക നൽകിയ ഒരാൾക്ക് അള്ളാഹു നൽകുന്നത് 70 രൂപയുടെ, 700 രൂപയുടെ, 70,000 രൂപയുടെ. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. എന്നാൽ തെറ്റ് ചെയ്ത ആളുകൾക്കോ ഇന്ന ജഹന്നമ കാനത് മിർസാദ, നിശ്ചയമായും നരകമാണ് അവരുടെ സങ്കേതം. ആരുടെ? ലിത്വാഗീന മആബൽ ലാബിസീന ഫീഹാ അഹ്ഖാബാ, ദുർമാർഗികളായ ആളുകളുടെ സങ്കേതം നരകമാകുന്നു. അവിടെ അവർ യുഗങ്ങളോളം കഴിഞ്ഞുകൂടുന്നവനാകുന്നു. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ, ആ നരകത്തിൽ ഒരു തണുപ്പോ ഒരു പാനീയമോ അവർക്ക് രുചിക്കാൻ കഴിയുകയില്ല. അവർക്ക് ആ നരകത്തിൽ കഴിക്കാൻ കഴിയുന്നത് എന്താണ്? ഇല്ലാ ഹമീമൻ വഗസ്സാഖാ, കള്ളിമുൾച്ചെടിയും നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളവും മാത്രമായിരിക്കും. ഇല്ല ഹമീമൻ വഗസ്സാഖാ. ഇതെന്താണ് ഇങ്ങനെ നൽകാനുള്ള കാര്യം? ജസാഅൻ വിഫാഖാ, ദുർമാർഗികളായ ആളുകൾക്ക്, കുറ്റവാളികളായ ആളുകൾക്ക് അല്ലാഹു അനുയോജ്യമായ ശിക്ഷയായിട്ടാണ് നൽകുന്നത്, അനുയോജ്യമായ പ്രതിഫലമായിട്ടാണ് നൽകുന്നത്. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അനുയോജ്യമായത്. മോഷ്ടിച്ചവൻ അതിനുള്ള പ്രതിഫലം, കൊന്നവൻ അതിനുള്ള പ്രതിഫലം, കൂടുതൽ പേരെ കൊന്നവൻ അതിനുള്ള പ്രതിഫലം, ഗീബത്ത് പറഞ്ഞവൻ അതിനുള്ളത്, ഉപദ്രവിച്ചവൻ അതിനുള്ളത്. ജസാഅൻ വിഫാഖാ. എന്നാലോ ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅഅനാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ
നിശ്ചയമായും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ സന്തോഷത്തിന്റെ സ്വർഗമുള്ളത്. അവർക്കാണ് തോട്ടങ്ങളും സ്തനം തടിച്ച സ്ത്രീകളും അവർക്കാണ് പ്രതിഫലമായിട്ടുള്ളത്. നിറക്കപ്പെട്ട ചഷകങ്ങൾ അവർക്കാണുള്ളത്. അവർക്ക് ആ സ്വർഗത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അപശബ്ദം കേൾക്കുകയില്ല. ലാ യസ്മഊന ഫീഹാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബാ. ഇതെന്തുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പ്രതിഫലം നൽകുന്നത്? ഇതെന്തിന് നൽകുകയാണ്? ഏത് രൂപത്തിൽ നൽകുകയാണ്? ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. അല്ലാഹുവിൽ നിന്ന് കണക്കാക്കിയ പ്രതിഫലമാകുന്നു ഇത്. താങ്കളുടെ രക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള പ്രതിഫലമാണിത്. അളവറ്റ പ്രതിഫലം, അറ്റമില്ലാത്ത പ്രതിഫലം, ഔദാര്യത്തിന്റെ പ്രതിഫലം. ശിക്ഷയാണെങ്കിലോ അനുയോജ്യമായ ശിക്ഷ. ചുരുക്കത്തിൽ ആഖിറം എന്ന് പറയുന്ന ലോകം, പരലോകം, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ളത് ഏറ്റവും അനുയോജ്യമായ നീതിയുടെ ലോകമായിട്ടാണ്. അല്ലാഹു ആ ഈമാൻ നമ്മളുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. ആഖിറത്തിലുള്ള വിശ്വാസമുണ്ട് എങ്കിൽ, യഥാർത്ഥ വിശ്വാസം ഖൽബിലുണ്ട് എങ്കിൽ, നമ്മൾ ഇന്ന് നമ്മളുടെ നാടുകളിൽ ചെയ്യുന്ന പലതും നമ്മൾ ചെയ്യില്ല. ഞാനതിലേക്ക് വരാം. നോക്കൂ, നിങ്ങൾ ഖബറിലുള്ള ജീവിതം ഒരു മനുഷ്യന്റെ ഇങ്ങനെ മുന്നോട്ട് പോകുകയായിരിക്കും. അത് പരലോകത്തെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബർസഖിന്റെ ലോകം എന്നാണ് അതിന് പറയാ. ഖബർ ജീവിതം, ഖബറിന്റെ ഏകാന്തതയിലുള്ള ജീവിതം, അത് അല്ലാഹു ഓരോരുത്തർക്കും നിശ്ചയിച്ച ഒരു കാലയളവുണ്ടാകും. സുബ്ഹാന റബ്ബി. നമ്മളൊക്കെ അവിടെ പോയി കിടക്കേണ്ടി വരും. എത്ര കൊല്ലം അവിടെ കിടക്കേണ്ടി വരിക? ആ ഖബറിൽ തന്നെ ഏതൊക്കെ കോലത്തിലാവും നമ്മൾ ഉണ്ടാവുക? എന്തൊക്കെ അനുഭവങ്ങളാണ് അല്ലാഹു അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്? അത് പറയുകയാണെങ്കിൽ അത് തന്നെ മറ്റൊരു വിഷയമാണ്. ഞാനതിലേക്ക് കടക്കല്ല. ഏതായാലും പടച്ചോൻ നമുക്കൊക്കെ ഒരുപാട് കാലം അവിടെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതെപ്പോഴാ കഴിയാ? ഖിയാമത്ത് നാളെയോടാ കഴിയാ. എന്താണ് ഖിയാമത്ത് നാള്? ഈ ലോകത്തിന്റെ അവസാനമാണത്. അവസാനത്തെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുന്നതോടെയാണ്. ഇതൊക്കെ നമ്മൾ ഇത്ര ചെറുപ്പം മുതൽ പഠിച്ചതാണ്. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ സംസാരത്തിലൂടെ ചെയ്യുന്നത്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. വയഖൂലൂന, അവര് ചോദിക്കുന്നു. അവര് എന്ന് പറഞ്ഞാൽ ആര്? ഇത് ചോദിക്കുന്നവരെല്ലാ കാലത്തും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ ചോദിക്കുന്നത്? മതാ ഹാദൽ വഅദു, എപ്പോഴാണ് നിങ്ങൾ പറയുന്ന ഈ ലോകാവസാനം? കുറെ കാലമായല്ലോ ലോക അവസാനിക്കുന്നു പറയുന്നു. അതെപ്പോഴാണ്? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ അതെപ്പോഴാണ് എന്നൊന്ന് പറയാ. അല്ലാഹു അതിന് മറുപടി പറയുന്നത് എന്താണ്? അങ്ങനെ അവർ ചോദിച്ചിട്ടൊരു കാര്യവുമില്ല. സമയം പറഞ്ഞു കൊടുക്കുന്നതല്ല, സന്ദർഭം അറിയിച്ചു കൊടുക്കുന്നതല്ല. മായൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഘോരമായ ഒരു ശബ്ദമല്ലാതെ മറ്റൊന്നിനെയും അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. അതവരെ പിടികൂടും. ആ ശബ്ദം എപ്പോ? തഖുദുഹും വഹും യഖ്സിമൂൻ, ഭൗതികമായ കാര്യങ്ങളിൽ അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടുന്നതാണ്. എന്ന് പറഞ്ഞാല് അടുത്ത 10-ാം തീയതി ഇന്ന സമയത്ത് ലോകം അവസാനിക്കും എന്നൊരു മീഡിയയും റിപ്പോർട്ട് ചെയ്യൂല. അതങ്ങനെ ലോകത്തിന്റെ ക്രമത്തിന് ഇങ്ങനെ നടക്കും. നമ്മളൊക്കെ ഒരു 20 കൊല്ലം മുമ്പുള്ള ഹാളിലല്ലോ ഇന്നുള്ളത്. 20 കൊല്ലം മുമ്പുള്ള ഭൂമിയുടെ രൂപമല്ല ഇത്. 10 കൊല്ലം മുമ്പുള്ള മൈക്കിന്റെയും പന്തലിന്റെയും ഈ മനോഹരമായ വർണ്ണങ്ങളുടെയും ഒന്നും രൂപമല്ല എന്നുള്ളത്.
അതൊക്കെ ഇങ്ങനെ മാറി 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 ലോകം മറ്റൊരു ക്രമത്തിലേക്ക് എത്തി. നമ്മളൊക്കെ മരിച്ച് നമ്മളുടെ മക്കളും മരണപ്പെട്ട് അടുത്ത തലമുറ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ലോകത്ത് അല്ലാഹു നിശ്ചയിച്ച അത്ഭുതങ്ങളൊക്കെ അതിന്റെ സമയക്രമത്തിനനുസരിച്ച് നടക്കുമ്പോ അവർ അവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കച്ചവടം ചെയ്യുന്ന ആളുകൾ അത് ചെയ്യാണ്, വർത്തമാനം പറയുന്ന ആളുകൾ അത് ചെയ്യാണ്, കൃഷിക്കാരത് ചെയ്യുകയാണ്. അത് ചെയ്യുമ്പോൾ അവരെ ഖിയാമത്ത് നാൾ പിടികൂടുകയാണ്. അവർക്ക് കഴിയുകയില്ല. അവർക്കൊരു ഉപദേശം നൽകാൻ കഴിയില്ല. വീട്ടുകാരോട് പോയിട്ട് വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് കഴിയില്ല. അതാണ് ഒന്നാമത്തെ ഊത്ത്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, സ്വഹാബാ, എങ്ങനെയാണ് ഞാൻ ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക? കൈഫ അൻഉമു ഫിദ് ദുനിയാ, ഇവിടെ എങ്ങനെയാണ് ഞാൻ ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക? കാരണം എന്താണ്? സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ കാഹളം തന്റെ ചുണ്ടോട് ചേർത്ത് പിടിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന വരാൻ വേണ്ടി അവിടെ നിന്നിങ്ങനെ നെറ്റി ചുളിക്കുകയും ചെവി കൂർപ്പിക്കുകയും ചെയ്തിരിക്കെ ഞാൻ എങ്ങനെയാണ് ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക? സൂറെന്ന കാഹളം അത് വലിയ ഒരു ലോകമാണ്. ആ കാഹളത്തിലൂടെ അങ്ങ് ഊതിയാൽ, സാധാരണ നിങ്ങളൊരു കുഴലിലൂടെ ഊതിയാൽ അപ്പുറത്ത് കാറ്റ് ശക്തിയായി ചെല്ലും. നമ്മൾ പലപ്പോഴും അത് പരീക്ഷിക്കാറുള്ളതാണ്. അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മളത് പരീക്ഷിക്കാറുള്ളതാണ്. ഇതൊരു വലിയ കൊടുങ്കാറ്റായിട്ട് വരണം, വലിയ ഘോര ശബ്ദമായിട്ട് വരണം. ആ കാറ്റിലൂടെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിശക്തമായി കുലുങ്ങണം, അതിന്റെ അകത്തുള്ളതെല്ലാം പുറത്തു വരണം. വഇദൽ ഖുബൂറു ബുഅ്തിറത് ഇദസ് ശംസു കൂവിറത് ഇദസ് സമാഉ ശഖ്ഖത് വഇദൻ നുജൂമു കദറത്, ആകാശഭൂമികൾ പൊട്ടിപ്പിളരണം, ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങൾ പറന്നു പോകണം. ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങൾക്ക് മുകളിലൂടെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴണം, ചന്ദ്രനും സൂര്യനും കൂട്ടിയിടിക്കണം. അത് കാണുമ്പോൾ മുലയൂട്ടുന്ന പെണ്ണുങ്ങളാ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകണം. എല്ലാ സ്ത്രീകളും പ്രസവിച്ചു പോകണം, ഗർഭിണികൾ. അങ്ങനെ ലോകം മുഴുവൻ ഭയവിഹ്വലമായി നിൽക്കുന്ന ബീഭത്സമായ ഇടിയുടെയും മിന്നലിന്റെയും മഹാപ്രവാഹം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കാഹളത്തിന്റെ ശക്തി കൊണ്ട് ലോകം വിറകൊള്ളണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അങ്ങനെ ഒന്നെനിക്കറിയാമായിരിക്കെ ഞാൻ എങ്ങനെയാണ് ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക? തേരെ ഖുർബാൻ പ്യാരേ മുഹമ്മദ് ഗിർ രഹാ ഹൂ മുझे भी संभालो, अपने प्यारे नवासों का सदका, अपने प्यारे नवासों का सदका, या नबी मेरी झोली में डालो. ഹബീബായ റസൂൽ ഭൂമിയിൽ സുഖിച്ച് ജീവിച്ചയാളല്ല. അവിടുന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക? കാരണം അത്രയും ഭീകരമാണ് സൂറെന്ന കാഹളത്തിലുള്ള ആ ഊത്ത്. അതാണ് ഒന്നാമത്തെ ഊത്ത്. ആ ഊത്തിൽ ഈ പ്രപഞ്ചമാകമാനം നശിക്കും. നമ്മളിങ്ങനെ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി ഓതുന്ന ഓരോന്നും ആ ഒന്നാമത്തെ ഊത്തിലുണ്ടാവുക. അവിടെയാണ് അല്ലാഹു രണ്ടാമത്തെ ഊത്ത് ഊതാൻ കൽപ്പിക്കുക. ആ ഊത്തിലൂടെ ഈ ലോകത്തുള്ള എല്ലാവരും മരിച്ചു പോകും. നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ? ആദം നബി അലൈഹിസ്സലാം മുതൽ എത്ര മനുഷ്യരിങ്ങനെ മരിച്ചു പോകുന്നു. ഇനി ഇവരൊക്കെ മരിക്കണ്ടേ? ഇവരെല്ലാവരും കൂടെ എന്നൊക്കെ മരിക്ക? അങ്ങനെ എല്ലാവരും മരിച്ചു പോയാലും പിന്നെ ഉണ്ടാവൂലേ കോടാന കോടിക്കണക്കിന് പേർ, ജീവജാലങ്ങൾ, മലക്കുകൾ, മനുഷ്യർ, എന്തെല്ലാം. അവയെല്ലാം മരണപ്പെടുന്നതാണ്.
എല്ലാം മരണപ്പെടുന്നതാണ്. എല്ലാം രണ്ടാമത്തെ ഊത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു തന്നെ ആ കാര്യം പറയുന്നുണ്ടല്ലോ. എല്ലാം അടങ്ങി, ആര് മാത്രം ബാക്കിയായി? അല്ലാഹു മാത്രം. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക വൽ ജലാലി വൽ ഇക്റാം. ഇതൊക്കെ കഴിയുന്ന ഒരേ ഒരു ശക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. വേറെ ആർക്കും അതൊന്നും കഴിയില്ല. എന്ത്? എല്ലാം അങ്ങ് നശിപ്പിക്കുക. ബോംബുണ്ടാക്കാനും എവിടെയെങ്കിലും അണുബോംബ് വർഷിക്കാനും ഏതെങ്കിലും ഒരു ഭാഗം നശിപ്പിക്കാനും ഒക്കെ മനുഷ്യന് കഴിഞ്ഞേക്കാം. സംഹാരകൻ, ഇതെല്ലാം സംഹരിക്കുന്ന അത് അല്ലാഹുവാണ്. അത് അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ഖഹാറാണ്, അവൻ ജബ്ബാറാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം അതാ നശിച്ചു കിടക്കുകയാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക വൽ ജലാലി വൽ ഇക്റാം, ആദരവിന്റെയും മഹത്വത്തിന്റെയും എല്ലാ ഔന്നത്യവുമുള്ള രാജാതിരാജനായ അല്ലാഹു മാത്രം ബാക്കിയാവും. അവൻ ഈ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെയാണ് ഞാൻ റബ്ബാണെന്ന് പറഞ്ഞവർ? എവിടെയാണ് ഞാൻ രാജാവാണെന്ന് പറഞ്ഞവർ? ഞാൻ അധികാരിയാണെന്ന് പറഞ്ഞവരെവിടെ? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണ്? ആർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, പരമചക്രാധിപതിയായ അല്ലാഹുവിന് മാത്രമാണത്. ഓതാറില്ലേ നിങ്ങൾ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പിന്നെ എന്താ? മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമയായ അല്ലാഹ്. ഫാത്തിഹയിൽ നമ്മളത് പറയാറുണ്ട്, ഓതാറുണ്ട്. ആ രംഗത്തേക്കാണ് അല്ലാഹു നമ്മെ നയിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഊത്തുണ്ട്. ആ ഊത്തിനെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത്. വനുഫിഖ ഫിസ്സൂർ, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരദാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവരാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞാൽ ഖബറുകൾ, അതല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഉണ്ടായിരുന്നത് അവിടങ്ങളിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകളെ കരിച്ചു കളഞ്ഞതായേക്കാം, ചില ആളുകളെ എവിടെയെങ്കിലും മത്സ്യങ്ങൾ ഭക്ഷിച്ചതായേക്കാം, ചില ആളുകളെ മൃഗങ്ങൾ തിന്നതായേക്കാം. ആരായാലും എവിടെയായാലും പിന്നെ പൊതുവിൽ പറയുന്നത് ഖബറിനെയാണ്. അതെന്തേ? മനുഷ്യന്മാരിൽ ബഹുഭൂരിഭാഗവും ഖബറുണ്ടാക്കുന്നവരാണ്, ഖബറിൽ പോയി കിടക്കുന്നവരാണ്. ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവരാണ്. യാസീൻ ഓതാത്ത ആരാ ഇവിടെയുള്ളത്? യാസീൻ മനപ്പാടല്ലാത്ത ആരാ ഇവിടെയുള്ളത്? ഈ രംഗങ്ങളൊക്കെ ഓരോ ദിവസവും ഓതുന്ന നമ്മളാണോ പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത്? പടച്ചവനോട് യാതൊരു പ്രതിഫലത്തിന്റെ അംശം പോലും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ സമയം വിനിയോഗിക്കുന്നത് നമ്മളാണോ? ഗീബത്ത് പറയുന്നത് നമ്മളാണോ? നമീമത്ത് പറയുന്നത് നമ്മളാണോ? ഹറാം കാണുന്നത് നമ്മളാണോ? ഈ കാണുന്ന ദുനിയാവിലുള്ള ഓരോ ആസ്വാദനത്തിന്റെ പിറകിൽ പോയി അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതും അതിനുവേണ്ടി സമയം കളയുന്നതും അതിനു വേണ്ടിയിട്ട് നമ്മൾ പലരെയും ആരാധ്യ പുരുഷന്മാരായി പ്രതിഷ്ഠിക്കുന്നതുമൊക്കെ നമ്മളാണോ? അങ്ങനെയുള്ള നമ്മൾ യാസീൻ ഓതുന്നവർ നമ്മൾ അങ്ങനെയുള്ളവരാണോ?
ചോദ്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആ കുഴിമാടങ്ങൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഖബറുകൾ പൊതുവില് നമ്മളുടെ നാട്ടിലൊക്കെ ഓരോ ഖബർസ്ഥാനുകൾ ഉണ്ടാവും. അള്ളാഹു നമ്മളുടെ ഖബറുകളൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. ഇതൊരവസ്ഥയാണല്ലേ, ആരുണ്ടാവില്ല അവിടെ. എല്ലാവരും മരിച്ചുപോയി മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഇടം. ഇവിടെ പുറത്തു നോക്കിയാലോ ഓരോരുത്തരും താമസിക്കുന്ന വലിയ വലിയ വീടുകൾ. ഭൂമിയുടെ മുകളിൽ അങ്ങനെയാണ്, അടുപ്പില്ല. ഓരോരുത്തരും താമസിക്കുന്നത് 20 ഏക്കർ ഭൂമിയിൽ, 5 ഏക്കർ ഭൂമിയിൽ, 1 ഏക്കർ ഭൂമിയിൽ, വേണ്ട 10 സെന്റ് ഭൂമിയിൽ, 5 സെന്റ് ഭൂമിയിൽ ഓരോരുത്തർക്കും ഉണ്ടാവും. 5 സെന്റ് ആണെങ്കിലും അത്യാവശ്യം വിശാലത ഉണ്ടാവില്ലേ? ഇവിടെയോ? ഇവിടെ ഇതാ നമ്മൾ തൊട്ടടുക്കൽ 1 സെന്റിൽ തന്നെ എത്ര ആളുകൾ, 1 ഏക്കറിൽ തന്നെ എത്രയോ ആളുകൾ. ഓരോ ഖബർസ്ഥാൻ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ? തിരിഞ്ഞു നോക്കാത്ത അയൽവാസിയായിരുന്നു, സംസാരിക്കാത്തവരായിരുന്നു, മിണ്ടാത്തവരായിരുന്നു, പണക്കാരനായിരുന്നു, ദരിദ്രനായിരുന്നു. ഇതിൽ വല്ല വ്യത്യാസവും ആ ഖബറിന്റെ ശ്മശാന ഭൂമികളിൽ നമ്മൾ കാണാറുണ്ടോ? ഖബറുകളുടെ ഭൂമികളിൽ നമ്മൾ കാണാറുണ്ടോ? ആ ഖബറുകളിൽ നിന്നാണ് മനുഷ്യരായ നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത്. ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു നിശ്ചയിച്ച ആ സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. ഇപ്പൊ നമുക്കൊക്കെ നല്ല വസ്ത്രങ്ങളുണ്ട്, കാണാൻ എന്തൊരലങ്കാരങ്ങളുണ്ട്, എന്തെല്ലാം നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, എന്തെല്ലാം വർണ്ണങ്ങളിലുള്ളവരാണ്. എന്നാൽ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ ഹുഫാതൻ ഉറാതൻ ഗുർലാ, കാലിൽ ചെരുപ്പില്ല, ശരീരത്തിൽ വസ്ത്രമില്ല. എങ്ങനെയായിരുന്നോ ജനിച്ചതാ രൂപത്തിൽ മാർഗം കഴിക്കപ്പെടാത്തവരായി ഓരോ സ്ത്രീയും പുരുഷനും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം. ആ ഖബറിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെയല്ല വരിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണോ ലോകത്ത് ജീവിച്ചത് അങ്ങനെയാണ് നിങ്ങൾ മരണപ്പെടുക. തമൂതൂന കമാ തഈശൂൻ. നിങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ നിങ്ങൾ മരണപ്പെടും. നിങ്ങൾ ഈമാനോടെ ജീവിച്ചോ, നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചോ, നിങ്ങൾ തദ്രീസും തഅലീമും നടത്തി ജീവിച്ചോ, നിങ്ങൾ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ജീവിച്ചോ, എങ്കിൽ നിങ്ങൾക്ക് അതിനനുസൃതമായി അല്ലാഹു തആല നല്ല യാത്രയപ്പ് നൽകും. മുഅ്മിനീങ്ങളായ ആളുകളിലൂടെ ഈമാനിന്റെ വെളിച്ചമുള്ള മരണം നൽകും നിങ്ങൾക്ക്. നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തഖ്വയോടെയുള്ള മരണം നൽകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വതുബ്അസൂന കമാ തമൂതൂൻ. നിങ്ങൾ എങ്ങനെ മരണപ്പെട്ടോ അങ്ങനെ നിങ്ങൾ ഖബറുകൾക്കകത്ത് നിന്ന് പുനരുദ്ധരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു വാക്കാണ് ആ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ മരണപ്പെട്ടോ, നിങ്ങൾ ഇങ്ങനെ സിനിമ കണ്ടിട്ടാണോ മരണപ്പെട്ടത്? നിങ്ങൾ ഹറാമായ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചിട്ടാണോ മരണപ്പെട്ടത്? നിങ്ങളുടെ അവസാന സമയങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിലായിരുന്നോ? ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണോ? നമ്മൾ അങ്ങനെയാ മരണപ്പെട്ടത് എങ്കിൽ അങ്ങനെ നിങ്ങൾ വരേണ്ടി വരും. ഞാനൊരു ഉദാഹരണം പറയാം. ഹബീബായ സയ്യിദ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന കാര്യമുണ്ടല്ലോ. എങ്ങനെയാണ് പലിശയുമായി ബന്ധപ്പെട്ടവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക? അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. എന്താണല്ലേ, നമ്മളൊക്കെ പഴയ കാലത്ത് ഒരാളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിനൊരു വലിയ ഭംഗിയും സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ വീടായിരുന്നു. ഒരു 30 കൊല്ലം മുമ്പൊന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. അതിനർത്ഥം ഇപ്പൊ വെക്കുന്ന വീടുകളൊക്കെ അങ്ങനെയുള്ള വീടുകളാന്നല്ല. എന്ന് പറഞ്ഞാല് ഗൾഫിൽ പോയ ആളുകൾ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ 5 കൊല്ലം 10 കൊല്ലം ചുരുങ്ങിയത് കഷ്ടപ്പെട്ട്. എന്നിട്ടോ
ആ വീടുണ്ടാക്കാൻ ചെലവഴിച്ച തുക എത്ര ചെലവായിരുന്നു? ചെറുതായിരുന്നു. എന്താ കാര്യം? അവർക്ക് ആ അധ്വാനത്തിന് ഒരുപാട് കഷ്ടപ്പാടിന്റെ, വേവലാതിയുടെ, വിഷമത്തിന്റെ സമയം ചെലവഴിക്കേണ്ടിയിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഏതെങ്കിലും 3 വർഷം കൂടുമ്പോൾ വന്നിട്ട് തറയിടും. 3 വർഷം കഴിഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് അത് കെട്ടിത്തേച്ച് വാർക്കും. അത് കഴിഞ്ഞ് പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടും മറ്റുമൊക്കെ ആയിട്ടൊരു ചെറിയ കൊച്ചു കൂര. എങ്ങനെയാ വീടവൻ വെക്കുന്നു, അവന്റെ അടുക്കൽ 10 പൈസ ഇല്ല. അപ്പൊ നമ്മളോടൊക്കെ പറയും, അസ്സലാമു അലൈക്കും, ദ്വാരക്കണം, ഞാൻ നല്ലൊരു വീട് പണിയുന്നുണ്ട്, വീടിന്റെ ഫോട്ടോ കാണിച്ചു തരും. എന്താ പറയും? പൈസ ഒന്നുമില്ല. എല്ലാ സത്യം പറയണം ഉസ്താദേ, കയ്യിൽ പൈസ ഒന്നുമില്ല, പക്ഷെ വീട് ഇങ്ങനെ പണിയുന്നത് കാണാം. ഞാൻ ആക്ഷേപിക്കുകയല്ല, നിങ്ങളാരും വീട് പണിതോ? 6 മാസം കൊണ്ട് വീടൊക്കെ പണിതു. ഉദ്ഘാടനത്തിന് നമ്മളെയൊക്കെ വിളിച്ചു. നമ്മളിങ്ങനെ ചൊല്ലുന്നു, ഹായ്, എന്തൊരു ഭംഗിയുള്ള വീട്, എന്താ സ്റ്റൈൽ, കൊടുകൈ, അതിലൊക്കെ ഉണ്ട്, ഇന്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവൻ കാര്യമായിട്ട് പണിയൊന്നുമില്ല. എന്നാ അവന്റെ അടുക്കൽ എന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടായിരുന്നോ? അതുമില്ല. യാതൊന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ച് നോക്കിയിട്ട് ഒന്നും പറഞ്ഞില്ല. നടന്നു. അതൊക്കെ പടച്ചോന്റെ കുതിരത്ത് എവിടുന്നാ വന്നതൊന്നും അറിയില്ല, കൃത്യമായിട്ട് അറിയാം. കാരണം 6 മാസം കഴിഞ്ഞപ്പോഴുണ്ട് ഫോണ്. വലിയ വിഷമത്തിലാണ്, കഷ്ടപ്പാടിലാണ്. എന്താ കാര്യം? ഇതിനു വേണ്ടിയിട്ട് എടുത്ത 10 ലക്ഷം എടുത്തിരുന്നു, പിന്നെ അത് 15 ആക്കി, പിന്നെ അത് 20 ആക്കി. അത് തിരിച്ചടക്കാൻ കഴിയുന്നില്ല. അവിടെ പ്രശ്നമായിട്ടുണ്ട്. ദ്വാരക്കണം, അതിനും ദ്വാരക്കണം, വീടുണ്ടാക്കാനും ദ്വാരക്കണം, പിന്നെ പലിശ കിട്ടാനും ദ്വാരക്കണം, ബാങ്കിൽ നിന്ന് പാസ്സാവാനും ദ്വാരക്കണം. നമുക്ക് ഉസ്താദുമാർക്കൊരൊറ്റപ്പണി, എന്ത്? ദ്വാരക്ക് തന്നെ. എവിടുന്ന് കിട്ടിയതാണ്? ആര് പറഞ്ഞു പലിശക്ക് വീട് വെക്കാൻ? ആ വീട്ടിലും എങ്ങനെയാണ് മനുഷ്യ സമാധാനം ഉണ്ടാവുക? ആ വീട്ടിലെങ്ങനെയാണ് മക്കൾക്ക് റാഹത്തോടെ കഴിയാൻ സാധിക്കുക? പിന്നെ എങ്ങനെയാണ് അവന്റെ ജോലിയിൽ ഖൈറുണ്ടാവുക, ബറക്കത്തുണ്ടാവുക? പലിശ എന്ന് പറയുന്നത് വിഷയമേ അല്ലാതെയായി മാറിയിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറയാൻ സൂചിപ്പിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാര്യം? ദുനിയാവിലുള്ളതിൽ ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട്, ഒരുപാട് ഭവിഷ്യത്തുകൾ. പലിശക്ക് ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയവനാണ്. എല്ലാരും ബിസിനസ്. എന്താ പരിപാടി? വലൈക്കും സ്ലാം. എന്താ പേര്? പരിപാടി ബിസിനസ് ആണ്, കാര്യമായിട്ട് ബിസിനസ്. എന്താ ബിസിനസ്? ബിസിനസിന് എവിടുന്ന കാശ്? കാശ് തന്നെ ബാങ്കുകളൊക്കെ റെഡിയാണ് കൊടുക്കാൻ. ആധാരം കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ഞാൻ ഈ പുതിയ തലമുറ, ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വീട് പണിയുന്ന ആൾ, ആ വീട് പണിയുന്ന ഭൂമി ആകെ 10, 4, 5 സെന്റ് ഉണ്ടാവുള്ളൂ. ആ ഭൂമി കൊണ്ടുപോയിട്ട് അതിന്റെ ആധാരം പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട്, പലിശയുടെ പൈസ കൊണ്ട് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഡ്ഢിത്താണ്! എത്ര വലിയ വിഡ്ഢിത്താണത്! ഭൗതികമായിട്ടുള്ള വിഡ്ഢിത്താണ് ഞാൻ പറയണത്. മഖ്ബറയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രിയങ്കരനായ ആത്മീയ നേതാവായ സയ്യിദ് അവർകൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഇൽമിന്റെ മജ്ലിസിൽ, ഞാൻ ഒരുപാട് ഖുർആൻ ഓതിയ മജ്ലിസാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ദുആ ചെയ്യാൻ പോകുന്ന സദസ്സാണ്. പലിശയുമായി ബന്ധപ്പെട്ട ഒന്നുമേ പടച്ചവൻ ബറക്കത്ത് ചെയ്യുകയില്ല. അതിൽപ്പെട്ട ഒന്നും അല്ലാഹു ബറക്കത്ത് ചെയ്യൂല. ഇനി നീ ആ പൈസ ഉപയോഗിച്ചിട്ട് വലിയ ബിസിനസ് ചെയ്തു, നിനക്ക് ലാഭം കിട്ടിയത് കൊണ്ട് നീ അങ്ങോട്ട് സ്വതക്ക ചെയ്തു, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. നീ അത് ഉപയോഗിച്ചിട്ട് വലിയ ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു. അടിസ്ഥാനം ഈ റിബയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലാഹു അത് സ്വീകരിക്കുക? നീ അത് ഉപയോഗിച്ച് മക്കൾക്ക് അന്നം കൊടുത്താൽ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഇതിലൊരു 90% ആളുകളും ഒരു 10% ഉണ്ടാവും എന്ത് എട്ടങ്ങാറായിട്ട്, ഇനി അതല്ലാതെ വേറെ മാർഗമല്ല, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ബഹളാക്കിയിട്ട് ഓൽക്ക് അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ ഓൽക്ക് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളിനോ വേണ്ടിയിട്ട് പറയുന്ന സംഗതി അല്ലാതെ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് അങ്ങനെ ബന്ധപ്പെടും. ബാക്കിയുള്ള 90% എങ്ങനെയാണ്? ഈ അടുത്ത് മോളുടെ കല്യാണം നടത്തിയ ഒരാൾ തന്റെ കച്ചവട സ്ഥാപനം വിൽക്കാൻ വേണ്ടിയിട്ട് എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. ഞാൻ അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് കച്ചവട സ്ഥാപനം വെക്കേണ്ടി വന്നത്? മോളുടെ കല്യാണം നടത്തിയപ്പോ എന്താ കാര്യം? മോളുടെ കല്യാണം നടത്തുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ മോളുടെ കല്യാണം നടത്തിയതാണ്. അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ചിക്കൻ ഇനി എങ്ങനെയൊക്കെ ചിക്കൻ അത് പിന്നെ പ്രതിഷേധിക്കും ചിക്കനുകളൊക്കെ. കാരണം ആ രീതിയിൽ കരിച്ചത്, പൊരിച്ചത്, ബോധം കെടുത്തിയത്, ആളെ പേടിപ്പിക്കുന്നത്, നിൽക്കുന്നത്, ഇരിക്കുന്നത്, മട്ടന്റെ അപ്പുറത്ത്, ചിക്കന്റെ ഇപ്പുറത്ത് ഒരു വലിയ ലോകമാണ്. പ്രൗഢിയുടെയും
ഈ സമൂഹത്തെ വല്ലാതെ കണ്ണു തള്ളിക്കുക എന്നുള്ളതാണ് കുറെ ആളുകളുടെ ലക്ഷ്യം. ഇപ്പൊ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച, ഞാൻ ഉൾപ്പെടെ എന്താണ്, നമ്മളത് ഇങ്ങനെ അറിയാതെ നോക്കിപ്പോയത് വൈവിധ്യങ്ങളാർന്ന ഭക്ഷണങ്ങൾ നിറഞ്ഞിരിക്കുന്ന കല്യാണങ്ങൾ. ഈ രീതിയിൽ കല്യാണം നടത്തി ഇങ്ങനെ കല്യാണങ്ങളൊക്കെ പെട്ടെന്നല്ല, ഒക്കെ അതിനൊക്കെ എന്താ പറയാ, ഒക്കെ അങ്ങനെയാണ്. നിങ്ങളുടെ സാമാന്യവൽക്കരിക്കരുത്, എല്ലാം അങ്ങനെയാന്ന് വിചാരിക്കരുത്. പക്ഷെ ഇങ്ങനെ ചെയ്ത ഒരാൾ ആകെ പെട്ടുപോയി, ഒരു രക്ഷയില്ല. ആകെയുള്ള മാർഗം എന്താണ്? ഒന്നുകിൽ അടുത്ത പലിശക്ക് എടുക്കണം, അല്ലെങ്കിൽ കച്ചവടം ഒഴിവാക്കിയിട്ട് അത് വിൽക്കണം, വിറ്റു. അതാണ് കാര്യം. നശിക്ക യംഹഖുല്ലാഹു റിബ എന്ന് ഖുർആൻ പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ പലിശയെ അള്ളാഹു അങ്ങ് മായ്ച്ചു കളയുന്ന. അങ്ങനെ വീട് വെച്ചാൽ അത് അവനുള്ളതല്ല, അവന്റെ ബാക്കി തലമുറക്കുള്ളതല്ല. അങ്ങനെ കച്ചവടം നടത്തിയാലും അങ്ങനെയാണ്. മനസ്സിൽ അള്ളാഹു സമാധാനം തരൂല. ഈമാനുള്ളവരെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കച്ചവടത്തെക്കുറിച്ചോ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ചോ വീടിനെ കുറിച്ചോ അല്ല, അത് പലിശയിൽ അധിഷ്ഠിതമാകുന്നതിനെ കുറിച്ചാണ്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവരെങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക? ഓരോരുത്തർക്കും ഓരോ ശിക്ഷകളുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഖുർആൻ പറയുന്നുണ്ട്, ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയാ വരിക? ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പൈശാചികമായ ബാധയേറ്റവൻ ഇഴഞ്ഞു വരുന്നത് പോലെ. അതായത് ഖബറിൽ അവരിങ്ങനെ എഴുന്നേറ്റ് ഇഴഞ്ഞു വരും, എന്നിട്ട് ആ മഹ്ശറിലേക്ക് പോവുക. അള്ളാന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ ഖബറുകളിൽ നിന്ന് വരുന്നത് അലാ ഖദ്രി അഅമാലിഹിം, ഓരോരുത്തരും അവരുടെ അമലുകൾക്കനുസൃതമായാണ്. നല്ല മനുഷ്യന്മാരുണ്ടാവും, അവര് ഖബറിൽ നിന്ന് ആനന്ദത്തോടെ എഴുന്നേറ്റ് വരും. അവരുടെ ശരീരത്തിലുള്ള പൊടികളൊക്കെ ഇങ്ങനെ തൂത്ത് കളയും. എന്നിട്ട് അവരിങ്ങനെ മഹ്ശറിലേക്ക് നടന്നു പോകും. മറ്റു ചില ആളുകൾ ഉണ്ടാവും, അവർ മഹ്ശറിലേക്ക് മൃഗപ്പുറങ്ങളിൽ പോകും. മൃഗങ്ങൾ ഏതായിരിക്കും? അവര് ചെയ്ത സൽക്കർമ്മങ്ങളെ അല്ലാഹു ഒരു മൃഗത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടുണ്ടാവും. എത്രേ അങ്ങനെ കാണാം. നമ്മുടെ നിസ്കാരം നോമ്പും ഒക്കെ അള്ളാഹു നല്ല ഒരു മൃഗത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ ഖബറിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ മുഅ്മിനീങ്ങൾ അതിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ മഹ്ശറിലേക്ക് പോകും. മഹ്ശറിലെത്തിയാൽ നമ്മളവിടെ ഇറക്കും, നമ്മൾ മഹ്ശറിലേക്ക്. അത് കഴിഞ്ഞാലോ അതല്ലെങ്കിലോ ചില ആളുകൾ ഇങ്ങനെ നടന്നു പോകും. റസൂലുള്ളാഹി പറയുകയാണ്, ചില ആളുകൾ മുട്ടുകുത്തി പോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മറ്റു ചില ആളുകളുണ്ടല്ലോ, അവര് പോകുന്നത് കിടന്നിട്ടിങ്ങനെ ഇഴഞ്ഞു പോകും. മറ്റു ചില ആളുകൾ അവരുടെ കാലുകൾ മുകളിലേക്കാക്കി അവരുടെ മുഖം കുത്തിയിട്ട് അവരിങ്ങനെ നടന്നു പോകുന്നതാണ്. കാലിങ്ങനെ മുകളിലേക്കാക്കി. ഇതുവരെ പറഞ്ഞപ്പോ സ്വഹാബികൾ നിശബ്ദത പാലിച്ചു. ഇത് കേട്ടപ്പോ അവര് ചോദിച്ചു, നബിയെ അതെന്താണ്, എങ്ങനെയാണ് അവരങ്ങനെ പോകുന്നത് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, സ്വഹാബികളെ, ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം, ഏതൊരു റബ്ബാണോ അവിടെ രണ്ട് കാലിന്റെ മുകളിൽ നിർത്താൻ കഴിഞ്ഞാൽ, നടത്താൻ കഴിഞ്ഞയാൽ, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവരുടെ മുഖം താഴെയാക്കി കാലുകൾ മുകളിലാക്കി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നവനാണ്. മഹ്ശറിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത സന്ദർഭമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മളുടെ നാട്ടിലുള്ള ഖബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോഴെന്തായിരിക്കും അവസ്ഥ? നമ്മളുടെ വാപ്പ അവിടെ ഉണ്ടാകും, ഉമ്മ അവിടെ ഉണ്ടാകും, അനുജൻ അവിടെ ഉണ്ടാകും, നാട്ടുകാരവിടെ ഉണ്ടാകും. നമ്മൾ പൊതുവിലൊരു സാമാന്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഏറെക്കുറെ നമ്മളുടെ നാട്ടിലുള്ള ഖബർസ്ഥാനിലായിരിക്കും ഇപ്പൊ ഈ പറയുന്ന ഈ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും സഹോദരിമാരും ഒക്കെ നമ്മളുടെ നാട്ടിലെ ഖബർസ്ഥാനിലായിരിക്കും. അങ്ങനെയല്ലേ? കളത്തൂരിലുള്ള ആളുകള് കളത്തൂരിലെ ഖബർസ്ഥാനില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഖബറിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഉമ്മയെ കാണുകയാണ്,
ബാപ്പയെ കാണുകയാണ്, പെങ്ങളെ കാണുകയാണ്, ജ്യേഷ്ഠനെ കാണുകയാണ്. കാണുമ്പോ എന്താ പറയാ? നല്ലവരാണോ? നിങ്ങൾ നല്ലവരായിരുന്നോ? മക്കളെ അദബ് പഠിപ്പിച്ചവരായിരുന്നോ? ഭർത്താവിനെ സുബഹിക്ക് എഴുന്നേൽപ്പിച്ച ഭാര്യയായിരുന്നോ? മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത മക്കളായിരുന്നോ? നേരായ മാർഗത്തിലൂടെ മക്കളെ കൊണ്ടുപോയ മാതാപിതാക്കളായിരുന്നോ? എങ്കിൽ നിങ്ങൾ അവരോട് പരസ്പരം സംസാരിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്, ഹാദാ മാ വഅദർ റഹ്മാനു വസ്സദഖൽ മുർസലൂൻ. പടച്ചോനെ, അങ്ങനെ പറയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ. അങ്ങനെ പറയുന്ന എന്താ പറയാ? ഇത് തന്നെയാണ് അല്ലാഹു നമ്മളോട് വാഗ്ദാനം ചെയ്ത കാര്യം. ഇതങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖബറിൽ നമ്മൾ രണ്ടാമത് ജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മഹ്ശറിലേക്ക് നമ്മൾ പോവേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണിത്. വസ്സദഖൽ മുർസലൂൻ. പ്രവാചകന്മാർ നമ്മളോട് സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണ്. ഓർത്തു നോക്കണേ മുഅ്മിനീങ്ങളെ. എന്നാൽ അവിടെ ഉണ്ടാകും ചില ആളുകൾ, അവർ മാതാപിതാക്കളെ ദ്രോഹിച്ചവരായിരുന്നു, അവരുമ്മയെ ചവിട്ടി പുറത്താക്കിയവരായിരുന്നു, അവരുപ്പയെ അനുസരിക്കാത്തവരായിരുന്നു, അവര് മക്കളെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്താത്തവരായിരുന്നു. മക്കളിങ്ങനെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ മക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തവരായിരുന്നു. ഒരു ദിവസം പോലും സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ ആ ഉമ്മയോ ബാപ്പയോ വിളിച്ചിരുന്നില്ല. ഒരു ദിവസം പോലും അവരെന്തിനു വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്ന പൈസ ഉപയോഗിക്കുന്നത് എന്ന മാതാപിതാക്കൾ അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെ മക്കൾ വഴിതെറ്റാൻ കാരണക്കാരായവരാണ്. ആ ഭാര്യയും ഭർത്താവും ഒന്നും ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. അവരെന്താ പറയാ? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഇതൊക്കെ നമ്മള് വെറുതെ ചെവിയിട്ട് കേക്കല്ല മുഅ്മിനീങ്ങളെ. നമ്മൾ ഒന്ന് യാസീനാണ്. എന്താ പറയുന്നത്? പടച്ചവനെ, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുക മാത്രമല്ല, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. ഓടും, ഓരോരുത്തരും ഓടും, ഓരോരുത്തരും ഓടും. മിൻ അഖീ, സഹോദരനിൽ നിന്ന് ഓടും. അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. അയൽവാസിയാണ്, അവനെ ഉപദ്രവിച്ചവനായിരുന്നു, ജ്യേഷ്ഠനാണ്, അവന്റെ സ്വത്ത് തട്ടിയെടുത്തവനായിരുന്നു. ഓടുകയല്ലാതെ നിർവാഹമുണ്ടോ? ഹാബീലോടാൻ കാബീലോടാൻ തുടങ്ങും. ഹാബീലിൽ നിന്ന് ആദ്യമായിട്ട് ഓടുന്നത് അവരായിരിക്കും. വ ഉമ്മിഹി വ അബീ, ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഓടുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ കൻആനാണ് ലോകത്താദ്യമായിട്ട് ഓടുക എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പിന്നാലെ, അവന്റെ പിന്നാലെ ലോകത്തിങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ഇങ്ങനെ ഓടാൻ തുടങ്ങും. അവരോടുകയാണ്, അവർ മഹ്ശറിലേക്ക് ഓടുകയാണ്, മഹ്ശറിലും അവരോടുകയാണ്. പിന്നെ ആരാണ്? വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് വാപ്പയായ ആസർ ഓടാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും. നൂഹ് നബി അലൈഹിസ്സലാമിൽ നിന്നും ലൂത്ത് നബി അലൈഹിസ്സലാമിൽ നിന്നും തങ്ങളുടെ ഭാര്യമാരോടാൻ തുടങ്ങും. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. മഹ്ശറിലേക്കുള്ള പ്രയാണമായി കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. മഹ്ശറെ അല്ലാഹു മറ്റൊരു ലോകമായി സംവിധാനിച്ചിരിക്കുകയാണ്. ലാ തറാ ഫീഹാ ഇവജം വലാ അമതാ.
അവിടെ ഒരു ഉയർച്ച കാണാൻ കഴിയില്ല, ഒരു താഴ്ച അവിടെ കാണാൻ കഴിയില്ല. മഹ്ശറിന്റെ ഏകാന്തത അതൊരു വല്ലാത്ത ലോകമാണ്. ഏകാന്തത എന്ന് ഞാൻ പറയുന്നത് കോടാന കോടി ജനങ്ങൾ അവിടെ ഉണ്ടാകും. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യർ വരെയുള്ളവരവിടെ ഉണ്ടാകും. പക്ഷേ ഓരോരുത്തർക്കും തോന്നുന്നത് എന്താണ്? അല്ലാ, ഞാൻ ഇവിടെ ഒറ്റക്കാണോ? ഞാനിവിടെ ഒറ്റക്കാണോ? എന്റെ കൂട്ടുകാരെ, ഫുട്ബോൾ കണ്ട് ആർത്തു വിളിക്കാൻ നിങ്ങളുടെ കൂടെ ആളുകളുണ്ട്. സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഉറക്കെ വിളിക്കാൻ നമ്മളുടെ കൂടെ ആളുകളുണ്ട്. ചെന്മാടിത്തരങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടായി പോകാൻ നമ്മളുടെ കൂടെ ആളുകളുണ്ട്. മശ്ശറാവൻ സഭയിൽ ഒരാളും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല. ഇവിടെ നമ്മുടെ കൂടെ ഭർത്താവുണ്ട്, പെങ്ങളെ, വീട്ടുകാരുണ്ട്, സഹോദരിമാരെ, നമ്മളുടെ കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, കൂട്ടുകാരികളുണ്ട്, പലരുമുണ്ട്. പക്ഷേ മശ്ശറിന്റെ ഏകാന്തത തന്നെയായിരിക്കും. അവിടെ ഒരാളും നമ്മെ സഹായിക്കാനില്ല. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഇബാദത്ത് ചെയ്യുമ്പോൾ മഹ്ശറിനെ ഓർക്കണേ. തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെ സംജാതമാകുമ്പോ, പടച്ചവനെ, ഞാൻ ആ ഏകാന്തതയിൽ നിൽക്കുമ്പോ ആരാണ് എന്നെ സഹായിക്കാൻ ഉണ്ടാവുക എന്ന് ചിന്തിക്കണേ. മഹ്ശറിന്റെ ഏകാന്തതയിലേക്ക് നമ്മൾ പോകുമ്പോ ചെറിയ സമാധാനങ്ങൾ അല്ലാഹു ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. ലോകം പ്രയാസത്തിൻ്റെതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, എങ്ങനെയുണ്ടാകും നിങ്ങൾക്ക് അമ്പുകൾ തുരുതുരാ വെക്കുന്ന ആവനാഴിയിൽ ഇങ്ങനെ വെച്ചാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ ആയിരിക്കും മഹ്ശറിൽ നിങ്ങൾ. ഒരു 10 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയാത്തവരല്ലേ നമ്മൾ? ഒരു 20 മിനിറ്റ് ഒരു സ്ഥലത്ത് കിടക്കാൻ കഴിയാത്തവരല്ലേ നമ്മൾ? എത്ര നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ കഴിയും? ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ, എനിക്കൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ അങ്ങോട്ടാവുന്നു ഇങ്ങോട്ടാവുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തിയിട്ട് ഇരിക്കാൻ എന്റെ മനസ്സ് കൊതിക്കും. കൂടുതൽ നിൽക്കാൻ കഴിയില്ല നമുക്ക് ആർക്കും. എത്ര നിൽക്കാൻ കഴിയാ? ഇവിടെ ഇതാ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സൂര്യൻ അല്ല അവിടെയുള്ളത്. ഇവിടെയുള്ള ചന്ദ്രൻ, സൂര്യൻ, ഇവിടെയുള്ള രാവും പകലും അതൊന്നുമല്ല അവിടെയുള്ളത്. അവിടെ അതാ കത്തിജ്വലിക്കുകയാണ് സൂര്യൻ. ആളുകൾ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിത്താവുകയാണ്. ഓരോരുത്തരുടെയും ദുഷ്കർമ്മങ്ങളുടെ എല്ലാ അനുഭവങ്ങളും അവർ നേരിടുകയാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ദുനിയാവിൽ ഇങ്ങനെ വലിയ അഹങ്കാരികളായിട്ട് നടന്ന ആളുകൾ ഉണ്ടാവും. വെറുതെ അങ്ങോട്ട് അഹങ്കരിക്കന്നെ, പൈസ കൊണ്ട് അഹങ്കരിക്കുക, വാഹനം കൊണ്ട് അഹങ്കരിക്കുക, പദവികൾ കൊണ്ട് അഹങ്കരിക്കുക. അഹങ്കരിക്കത്ര വലിയ സംഗതിയൊന്നും വേണമെന്നില്ലല്ലോ. ഒരു ചെറിയ ഉദ്യോഗസ്ഥനായാൽ മതി, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്, വില്ലേജ് ഓഫീസിലോ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ മുമ്പിലേക്ക് ആളുകൾ വരുമ്പോൾ അഹങ്കാരം, എല്ലായിടത്തും അഹങ്കാരം. ഓരോ സംഘവും അവരെങ്ങനെ ഒരുമിച്ച് കൂടുക? അവരങ്ങനെ ഒരുമിച്ച് കൂടുക. എങ്ങനെ? മഹ്ശറിൽ അവർ വരുമ്പോൾ കാണാം, അവർക്ക് ഈ ദുനിയാവിലുള്ള ആകാരം വലുപ്പൊന്നും ഉണ്ടാവില്ല. അവർ കാണാം ചെറിയ ചെറിയ അണുക്കളെ പോലെ. ആളുകൾ അവരിങ്ങനെ ചവിട്ടുന്നതാണ്. അവരാകെ ദുനിയാവിൽ അവർ കാണിച്ച അഹങ്കാരത്തിന് അവർക്ക് പരലോകത്ത് മഹ്ശറിൽ ആളുകളുടെ ചവിട്ടും തൊഴിയൊക്കെ ഏറ്റിട്ട് ആളുകൾ ഇങ്ങനെ ഇവരെ കാണുമ്പോഴിങ്ങനെ പുച്ഛത്തോടെ നോക്കും. മഹ്ശറില് അവരെന്നെ ഇടങ്ങാറായിട്ടായിരിക്കും അവരും ഈ പുച്ഛത്തോട് നോക്കുക. ഇവരെ കാണുമ്പോൾ അവർക്കും ചെറുതായിട്ടൊരു ആഹ്ലാദം കിട്ടുന്നത് പോലെ. ഹദീസിൽ കാണാം, ആളുകളെ വഞ്ചിച്ച ആളുകൾ ഉണ്ടാവും. അവര് കാണാം മഹ്ശറിലേക്ക് ഇങ്ങനെ വരുമ്പോ അവരുടെ തലയുടെ പിറകു ഭാഗത്തോടുകൂടി ഒരു വലിയ പതാക. ആ പതാക കണ്ടാൽ തിരിച്ചറിയും ഇയാൾ ആളുകളെ വഞ്ചിച്ചിരുന്ന ആളുകളാണ്, കച്ചവടം നടത്തിയ ആളുകളാണ്. ഏത് വർക്കാണെന്നുണ്ടെങ്കിലും ആ വർക്കിലൊക്കെ വഞ്ചിച്ചൂടെ, പറഞ്ഞു പറ്റിച്ചൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ ചെയ്യുന്ന തൊഴിലുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഘട്ടത്തില് ആളുകളെ വഞ്ചിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ തൊഴിലുകൾ ചെയ്യുന്നതെങ്കിൽ ഓർത്തോ, മഹ്ശറിൽ ഇങ്ങനെ ആയിരിക്കും. മോഷ്ടിച്ച സാധനങ്ങളുണ്ടോ, അല്ലാഹു തആലയുടെ മുമ്പിലേക്ക് അതിങ്ങനെ കൊണ്ടുവരും. ആരും കാണാതെ, ഒരാളും അറിയാതെ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നോ? ഖുർആൻ പറയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഒരു കടുകുമണിയുടെ അത്രയേ ഉള്ളൂ നീ ചെയ്ത പാപം.
ഫതകും ഫീ സഖറ, അതേതെങ്കിലും പാറയുടെ ഇടുക്കിലാണോ, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, അതല്ലെങ്കിൽ അതിങ്ങനെ അന്തരീക്ഷത്തിലാണോ, അതല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലുമാണോ, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അതിനെ കൊണ്ടുവരുന്നതാണ്. ആലോചിച്ചോളൂ മുഅ്മിനീങ്ങളെ, വസ്ത്രമൊക്കെ ധരിക്കുന്നവരുണ്ടല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും. എങ്ങനെ വസ്ത്രം ധരിക്കേണ്ടതെന്ന് അറിയുന്നില്ല മുഅ്മിനീങ്ങളെ. വസ്ത്രം അതൊരിക്കലും, ഇപ്പൊ നമ്മളൊക്കെ വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്. അള്ളാഹു നമ്മളുടെയൊക്കെ വസ്ത്രത്തിൽ അള്ളാഹു ഇഖ്ലാസ് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. പക്ഷെ ഇതെങ്ങനെയാ? ആഭാസത്തിന്റെ വസ്ത്രം. എങ്ങനെയാണ്? നമ്മളിപ്പോ കുറച്ച് മുമ്പ് കണ്ടിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് കുറേ സംഗതികൾ ഉണ്ടായ കൂട്ടത്തിലുണ്ടായൊരു സംഗതിയാണ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങളുടെ കളത്തൂരൊക്കെ അത് ഉണ്ടാവും, കേക്ക് ഉണ്ടാക്കുക. പെണ്ണുങ്ങൾക്കൊക്കെ കേക്ക് ഉണ്ടാക്കുക. ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നല്ല രുചികരമായ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, കേക്ക് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ട് മോഡൽ മാറിയിട്ട് അവസാനം എന്തിൻ്റെ കേക്ക് വരെ ഉണ്ടാക്കി? ക്ലോസറ്റുകളുടെ കേക്ക് വരെ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടിരുന്നോ എനിക്കറിയില്ല. ക്ലോസറ്റുകളിൽ വിസർജിക്കുന്നതിന്റെ രൂപത്തിലുള്ള പിന്നെ അതുണ്ടാക്കി. അതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയും വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. വിഷയം അതല്ല, ഞാൻ പറയുന്ന കാര്യം അതല്ല. അതെന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള സംഗതി ഒരു തരം ആഭാസം എന്നതുപോലെയാണ് ഈ വസ്ത്രം. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും, ആൺകുട്ടികൾ മാത്രമല്ല, കീറിയ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വസ്ത്രം കീറുക എന്നുള്ളതല്ല, അത് വസ്ത്രത്തിന്റെ രൂപം തന്നെ എങ്ങനെയാണ്? ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അവരാരും നോക്കുകയൊന്നും വേണ്ട. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ വസ്ത്രങ്ങൾ? കീറിയ രൂപത്തിലുള്ള വസ്ത്രം ചില ഇപ്പം അങ്ങനെ കാണലില്ല. ചങ്ങലുണ്ടാവും, വല്ല ഈ സാധാരണ ചങ്ങല ആർക്കാ ഉണ്ടാവുക? വസ്ത്രത്തും ഇങ്ങനെ ചങ്ങല, അല്ലെങ്കിൽ കഴുത്തിൽ ചങ്ങല. എവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്ന ഈ യൂട്യൂബിലൊക്കെ ഇത് ലൈവ് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പുറത്തുള്ള ആളുകളോട് നമ്മൾ ഇങ്ങനത്തെ ഒരു കൗമിനോട് പറയുന്ന സംഗതിയാണ് ഇതൊക്കെ. എന്ത്? മുഅ്മിനീങ്ങളോട് പറയാണ്. നമ്മൾ വസ്ത്രം, മുഅ്മിനീങ്ങളുടെ വസ്ത്രം, ഈമാനുള്ളവരുടെ വസ്ത്രം, തഖ്വയുള്ളവരുടെ വസ്ത്രം. പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ വസ്ത്രം എന്താ ഉണ്ടാവുക? മഹ്ശറിലേക്ക് അവർ വരുമ്പോൾ അല്ലാഹു അവർക്ക് തീപന്തത്തിന്റെ വസ്ത്രം കൊടുക്കുമെന്ന് ഖുർആൻ. സറാബീലുഹും മിൻ ഖതിറാൻ, അവരുടെ വസ്ത്രങ്ങൾ തീപന്തങ്ങളുടേതാണ്. ഇവിടുന്ന് അവരിങ്ങനെ നടന്നിരുന്നല്ലോ, ആളുകളെ ആ വസ്ത്രമിട്ടിട്ടവർ പറ്റിച്ചിരുന്നല്ലോ. ഇവിടെ ഇതാ തീപന്തങ്ങളുടെ വസ്ത്രങ്ങൾ. അവരുടെ മുഖത്തെ അല്ലാഹു തീജ്വാലകൾ കൊണ്ട് പൊതിയുമെന്ന് സയ്യിദ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. എന്നാൽ ഇത് നമ്മൾ ബേജാറാകേണ്ട ആളുകൾ മാത്രമല്ല. അല്ലാഹു നമ്മളുടെ നന്മകൾക്ക് അല്ലാഹു പ്രതിഫലം തരും. മഹ്ശർ അവർക്ക് സമാധാനത്തിന്റെ ഇടമാകും. മഹ്ശറിന്റെ ആ ഭീകരമായ ചൂടിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. ഇബാദത്ത് ചെയ്തവരാണോ, തഖ്വയോടെ ജീവിച്ചവരാണോ, 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 വിഭാഗത്തിലെ ഓരോ വിഭാഗവും നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആരാധനാ കർമ്മങ്ങൾക്കനുസൃതമായി ആ ആരാധനകളിലൂടെ ജീവിതം കഴിച്ചു കൊണ്ടുപോകുന്ന യൗവന പ്രായത്തിലുള്ള ആളുകൾ. നല്ല യുവാക്കളാണ് അവര്. എല്ലാ തിന്മകൾക്കും മനസ്സ് പ്രേരിപ്പിക്കുന്ന സമയമാണ്. പക്ഷെ 5 നേരം നിസ്കരിക്കുന്നവരാണ്, ഒരു ദീനീ പ്രവർത്തനം നടത്തുന്നവരാണ്, ഒരു സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, SKSFന്റെ പ്രവർത്തകന്മാരാണ്. അവര് മാസത്തിൽ തങ്ങൾ മജ്ലിസുന്നൂർ നടത്തുമ്പോൾ അതിന്റെ സംഘാടകരായിട്ട് മാത്രമല്ല, അവിടെ ഇരുന്നിട്ട് അസ്ഹാബുൽ ബദറിന്റെ പേരിങ്ങനെ ഉറക്കെ പറയുന്നവരാണ്. അവരും ദുആ ചെയ്യുന്നവരാണ്. ആഖിറത്തിൽ ചെന്നാൽ അല്ലാഹു അർശിന്റെ തണലാണ് അവർക്ക് കൊടുക്കുക. പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ. വറജുലുൻ
ദഅതുഹും റഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ. നല്ല ഭംഗിയുള്ള കുലമഹിമയുള്ള ഒരു പെണ്ണ് ദുർവൃത്തിക്ക് വേണ്ടി അവനെ ക്ഷണിച്ചു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണ്, അതുകൊണ്ട് നിന്റെ ഈ വർത്തമാനം കേൾക്കാൻ എനിക്ക് കഴിയില്ല. ഇൻസ്റ്റഗ്രാമിലൂടെ ക്ഷണിച്ചു, ഫേസ്ബുക്കിലൂടെ ക്ഷണിച്ചു, വാട്സാപ്പിലൂടെ വിളിച്ചു. ഇവൻ ആ പെൺകുട്ടിയുടെ വർത്തമാനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അത്രയും വലിയ ഈമാൻ അവൻ പ്രകടിപ്പിച്ചത് കാരണത്താൽ അല്ലാഹു അവന് അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, സദഖ കൊടുത്തു. ആരും അറിയാത്ത സദഖ, ആളുകൾ അറിയാനല്ല, പ്രകീർത്തിക്കാനല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാൻ ആഗ്രഹിച്ചിട്ടുള്ള സദഖ. നമ്മളുടെ പള്ളികൾ അങ്ങനെ ഉണ്ടായതാണ്, നമ്മുടെ മദ്രസകൾ അങ്ങനെ ഉണ്ടായതാണ്, നമ്മളുടെ ദീനീ സ്ഥാപനങ്ങൾ ഇന്ന് അങ്ങനെ നടന്നു പോകുന്ന സ്ഥാപനങ്ങളാണ്. ഓരോ ദീനീ സ്ഥാപനങ്ങളും നിങ്ങൾ നോക്കൂ, ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങളിലേക്ക് നോക്കൂ, ജാമിഅ നൂരിയയുടെ കോളേജുകളിലേക്ക് നോക്കൂ, വാഫി സംവിധാനങ്ങളിലേക്ക് നോക്കൂ, അതുപോലെയുള്ള കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ ഇൽമു പഠിക്കുന്ന നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള ക്യാമ്പസുകളിലേക്ക് നോക്കൂ. അവർക്ക് ഓരോ ദിവസവും എത്ര രൂപയുടെ ഭക്ഷണം വേണം, അവർക്ക് ഓരോ ദിവസവും എത്ര രൂപ ചെലവഴിക്കണം ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള അധ്യാപകന്മാർക്ക് മാസത്തിൽ ശമ്പളം കൊടുക്കാൻ എത്ര ലക്ഷങ്ങൾ വേണം ഓരോ സ്ഥാപനങ്ങളിലും. അതെല്ലാം ഈ സമുദായം കൊടുക്കുന്നുണ്ട്. ഈ സമുദായത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നവർ കൊടുക്കുന്നുണ്ട്. പ്രേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാ കൊടുക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി. അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, നാളെ അള്ളാഹു അവർക്ക് അർശിന്റെ തണൽ നൽകുന്നതാണ്. പിന്നെയോ വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധിച്ച ആളുകൾ. അങ്ങനെ ഓരോന്ന് പറയാൻ. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാ, ആരും കാണുന്നില്ല എങ്കിലും എന്നെ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന വിചാരത്തോടെ, ഈമാനികമായ ചിന്തയോടെ ഒറ്റക്കിരുന്നു കൊണ്ട് കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞ മുഅ്മിനീങ്ങളുണ്ടല്ലോ, നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സവിധത്തിൽ വെച്ച് അവന് അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നല്ലവരെ നമ്മൾ സ്നേഹിക്കൂ. എന്നാ മഹ്ശറിൽ അവര് നമ്മളുടെ കൂടെ ഉണ്ടാവും. മഹ്ശറിന്റെ കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. അവിടെയുള്ള വിചാരണയിലേക്കൊന്നും ഇപ്പൊ കടക്കാൻ കഴിയില്ല. അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമ്മൾ നല്ലവരെ സ്നേഹിച്ചാൽ. ആരെ? നബിയുനാ മുഹമ്മദ് മുസ്തഫ. മൻ റാആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫിൽ മുബാറക് വിർദുനാ യൗമൻ നുശൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. നമുക്ക് പ്രതീക്ഷയുള്ളതാണ്. മഹ്ശറിൽ അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹൗദുൽ കൗസർ നൽകും. നബിയാണ് അവിടുത്തെ നേതാവ്. നബിക്കാണ് അല്ലാഹു തആല മഖാമും മഹ്മൂദ് മഹ്ശറിൽ വെച്ച് നൽകുന്നത്. എല്ലാവരും സ്തുതിക്കുന്ന സ്ഥാനം അവിടെയാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അല്ലാഹു നൽകുന്ന ഹൗദുൽ കൗസർ, നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ സ്വർഗത്തിലെ മധുരപാനീയമുള്ള ആ ഇടം. അതിലുള്ള പാനീയം തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതിലുള്ള പാനീയം പാലിനേക്കാൾ വെളുത്തതാണ്.
അതെങ്ങാനും ഒരു തവണ കുടിച്ചാൽ ലാ യളുമഉ ബഅദഹു അബദാ, അതിനുശേഷം ദാഹമേ ഉണ്ടാവുകയില്ല. അത്രയും നല്ല പാനീയം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൊടുക്കും. നക്ഷത്രങ്ങളെക്കാൾ കോപ്പകളുള്ള ഹൗദുൽ കൗസറിൽ വെച്ചിട്ട് റസൂലുള്ളാഹി അവിടേക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങൾ, മഹാന്മാരായ സാദാത്യങ്ങൾ, നമ്മൾ അവരെ ആദരിക്കുന്നതും നമ്മൾ അവരെ സ്നേഹിക്കുന്നതും അല്ലാഹുവിന്റെ ഹബീബിന്റെ രക്തത്തിൽ അവർ പിറന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ സ്നേഹത്തിലൂടെ നാളെ ഹൗദുൽ കൗസർ നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷ റസൂലുള്ള പറയുന്നുണ്ടല്ലോ, വഅന ഫറതുഹും അലാ ഹൗളി, ഞാൻ എന്റെ ഹൗദുൽ കൗസറിലേക്ക് അവരെ ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടുവരും, നയിച്ചു കൊണ്ടുവരും. അള്ളാഹു നമ്മളെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആരെ? ഇവിടെ വരാനിരിക്കുന്നവർ. റസൂലുള്ള സ്വഹാബികളോട് പറയാണ്, ഇന്ന് വരെ ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെ ഞാൻ മഹ്ശറിൽ വെച്ച് കാണും, എന്നിട്ട് ഞാൻ അവരെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകും. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അവരെ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ അവരെ തിരിച്ചറിയുന്നത് ഖുർറൻ മുഹജ്ജലീന ബിആസാരിൽ വുളൂഇന്റെ അവയവങ്ങൾ കത്തിത്തിളങ്ങുന്നവരായിട്ടാണ്. നന്നായിട്ട് നിസ്കരിക്കുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ. ഇങ്ങനെ മഹ്ശറിൽ രക്ഷയുടെ വലിയ ഒരു ലോകം, ഹൗദുൽ കൗസറിന്റെ ലോകം, അർശിന്റെ തണലിന്റെ ലോകം. ഏതായാലും നമ്മൾ അഭിമുഖീകരിക്കാനുള്ളതാണ്, നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് ആ മഹ്ശറിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്.